ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസ്സി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണല്ലോ ഈ പൊരിച്ച പത്തിരി. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 5 ചുവന്നുള്ളിയും 3 വെളുത്തുള്ളിയുടെ അല്ലിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നമുക്കെടുക്കാം. അരിഞ്ഞു പോകാതെ നോക്കണേ. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഈ ക്രഷ് ചെയ്ത ഉള്ളിയുടെ മിശ്രിതം ചേർത്ത് കൊടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കണം. ഇനി ഇത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പൊടി തയ്യാറാക്കി വെക്കാം. ഞാൻ 240 ml കപ്പിന് 1 കപ്പ് പത്തിരിപ്പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിപ്പൊടിക്ക് ഞാൻ 1.5 കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളം നമുക്ക് ആ കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി തീ അല്പം കൂട്ടി വെച്ച ശേഷം ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വെള്ളം തിളയ്ക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് ആ അരിപ്പൊടി അല്പാൽപമായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പാറ്റുല ഉപയോഗിച്ച് ആ അരിപ്പൊടി ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. തീ അല്പം താഴ്ത്തി വയ്ക്കുന്നത് നല്ലതാണ്. ഇനി അരിപ്പൊടി നന്നായിട്ട് വെള്ളത്തിൽ യോജിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി മൂടി വയ്ക്കാം. ഇതൊരു 10 മിനിറ്റ് നേരം ഇതങ്ങ് മൂടി വയ്ക്കാം. അപ്പോൾ ചൂടും ഒന്ന് കുറഞ്ഞു കിട്ടും. ഈ സമയം കൊണ്ട് നമുക്ക് 1/2 കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലെടുത്ത് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തി ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചെടുക്കുക. അതിനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാവ് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഞാനിവിടെ അത് 2 ഉരുളകളാക്കി അല്പം എണ്ണ തൊട്ട് അതൊന്നുകൂടെ കൈ വെച്ച് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഓരോ ഉരുളകളും ഞാൻ ചപ്പാത്തി പലകയുടെ മേലെ വെച്ചാണ് പരത്തുന്നത്. ഞാനിതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വട്ടത്തിൽ നമുക്ക് പത്തിരിയുടെ ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു മൂടി വെച്ചാണ് പത്തിരി കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു കനത്തിൽ ഞാൻ എല്ലാ മാവും പത്തിരിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. ഇനി ഈ പത്തിരി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഓരോ പത്തിരിയായിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ടാണ് ഞാനിവിടെ വറുത്ത് കോരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ ഉൾവശം വേകാതിരിക്കുകയോ ഒക്കെ ചെയ്തെന്ന് വരാം. അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇവിടെ വറുത്ത് കോരിയെടുക്കാം. ഇങ്ങനെ ഞാൻ എല്ലാ പത്തിരികളും വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വളരെ രുചികരമായിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടുതൽ പേർക്കും ഇതിൻ്റെ റെസിപ്പി അറിയുമായിരിക്കും. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെ താങ്ക് യു ഫോർ വാച്ചിങ്.